അതൊന്നും ഇല്ലാക്ക വരും വീഡിയോ. മറ്റേ ഈ കല്യാണത്തിന് വന്നല്ലേ, ലീവ് വന്നല്ലേ ബാബു കല്യാണത്തിനായിട്ട് വന്നതല്ലേ? കല്യാണത്തിന് പോണതിൻ്റെ വഴിക്കാണ് ഇവിടെ ഓരോരുത്തർ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ട്. ഇന്നറ് മേടിക്കാൻ വേണ്ടി പോയതാണ് വയർത്തിട്ട്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഇർഷാദിൻ്റെ നിക്കാഹിന് പോവാണ്. കല്യാണം നിക്കാഹിയാണ് പൂച്ചിർഷാദിൻ്റെ. റിയാസ് ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ടാണ് പെണ്ണിട്ടിക്കണ് അല്ലേ? ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് പോണത്. ബാബു കല്യാണത്തിൽ കേട്ടോ. 2 മുതലാളിമാരാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഒരു അൻഷാദ് മുതലാളി, ഒരു ബാബു മുതലാളി. ഒരു വൈരം കൂടെ എത്തിയിട്ടുള്ളൂ. നമ്മൾ എന്തായാലും ഫസ്റ്റിൽ നമ്മൾ വൈരം കൂടെ എത്തണ്ട. നമ്മള് കട്ട എടുത്തിക്കോളൂ. അങ്ങനെ നമ്മള് ഇർഷാദിന്റെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലെത്തി. ആളുണ്ട് ഇവിടെ എടുത്തോ, ആളെടുത്തോ. ഇതിനിങ്ങനെ ചാരിട്ട് റിയാസ് ഇതാണ് ചെക്കൻ്റെ കാരണവർ കേട്ടോ, ജംഷീർ പാറക്കത്. വ്ളോഗില്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. 2 കഷണ്ടിക്കാരാണ്. അപ്പോൾ പെണ്ണുങ്ങളെ ബസ്സുമായിട്ട് നമ്മൾ ലോറ കണ്ട് കയറുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിക്കാഹ് കർമ്മത്തിലും തുടർന്നുള്ള ദമ്പതികളുടെ കുടുംബജീവിതത്തിലും ഖൈറും ബറക്കത്തും ചെയ്യുമാറാകട്ടെ. പരസ്പര സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി. എൻ്റെ മകൾ ഇവയെ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹറിന് പകരം നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കാണ്. ഇവിടെ ബ്ലോഗാണ്, ഞാൻ പോണു. എടാ ഞാൻ ഇവിടെ ബ്ലോഗാണ്. ബ്ലോഗ് കുട്ടൻ ബിരിയാണി, അല്ല ഞാൻ ദീപക്ക് ഇരുന്നോളാം. പിന്നെ സുർബിയാന. എന്താ സുർബിയാന? എന്താ ബാബുവോ? ബാബു പ്ലേറ്റിന്റെ ബാക്ക് കളഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. പിന്നെ നാസറിന്റെ കല്യാണത്തിന് പോയാലേ നമ്മള് ഫുഡ് വേണ്ട അറിയും, പക്ഷെ നാസറിന്റെ എപ്പോഴും ഫുഡ് വേണ്ടി വരും. ഓനക്ക് ഫസ്റ്റ് ഫുഡ് വേണ്ടെന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ ഓൻ പറയും പോയി കഴിക്കാറ്. എങ്ങനെയുണ്ട് ഫുഡ്? കുട്ടൻ ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഇതാ ഈ ആള് സനോ വില്ലേജിലത്തെ ജീപ്പ് ട്രക്കിങ്ങിൻ്റെ ആളാട്ടോ, മെയിൻ ഡ്രൈവറാണ്. ഓഫ് റോഡൊക്കെ എടുത്തിട്ട് മറിക്കും. കുട്ടൻ ബിരിയാണി എങ്ങനെയുണ്ട്? പറയാം, റിവ്യൂ അറിയാം. അടിപൊളിയാ. ആ ചക്കൻ കാണട്ടോ ബാബു, എങ്ങനെയുണ്ട് കുട്ടൻ ബിരിയാണി? അടിപൊളി.
നാസറുണ്ടല്ലോ ഫുള്ള് തീറ്റ. നാസർ ഡയറ്റ് ഉണ്ട്, കുറച്ചുകൂടെ കഴിച്ചിട്ട്. നമ്മൾ നിർത്തിയിട്ട് കുറച്ചുകൂടെ കഴിച്ചിട്ട് നിർത്തി കഴിക്കാൻ വയ്യ. ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം കുറച്ച് നേരം കഴിക്കാം. ഉണ്ണിയാ കഴിച്ചില്ലേ? ഐസ്ക്രീം ടേസ്റ്റ് ഇല്ല എടാ, ടേസ്റ്റ് ഇല്ല, സുഖമില്ല. ഐസ്ക്രീം രസം ഉണ്ടോ? അടിപൊളിയാ? സൂപ്പറാ? പറയ് സൂപ്പറാണ് അറിയേ. ആ സൂപ്പറാണ്, നമുക്ക് പറയാൻ വയ്ക്കുന്നില്ല. ദിൽഷാദ് ഉണ്ണി മൂന്നാമത്തെ ഐസ്ക്രീം ഇട്ടത്. ഇവിടെ എങ്ങനെ വാടക കൊടുത്ത പോലെ വാടക ഇല്ല കേട്ടോ ഈ ട്രിപ്പിലേ വാടക ഇല്ലാത്ത ട്രിപ്പാട്ടോ. വാടക ഉണ്ട്, കൂലിയില്ല. രക്ഷയില്ല. ഐസ്ക്രീം അടിപൊളി കേട്ടോ, നല്ല അടിപൊളി ഐസ്ക്രീം. ചെക്കൻ്റെ ജേഷനാണ്. ഇത് പേരെന്താണ്? കല്യാണം കഴിഞ്ഞാ കുട്ടികളായിക്കണോ? എന്ത് ചെയ്യണ്? താങ്കളെന്ത് ചെയ്യണ്? ബിസിനസ്സാണ്. എന്ത് ബിസിനസ്സാ ചെയ്യണേ? ബസ്സൊക്കെ ഉണ്ടോ? ഈ ബാക്കിലുള്ള ബസ് എന്താ പറഞ്ഞ ബസ്സിന്റെ പാർട്ണറാ? അപ്പൊ നമ്മള് ലോറ ബസിന്റെ പാർട്ണറാ ട്രെയിൻ നിൽക്കണത് ജംഷീർ. അപ്പൊ ലോറ അല്ലാതെ വേറെന്താ ബിസിനസ്സില്? ചെക്കൻ്റെ വാപ്പ മക പള്ളിയുടെ സെക്രട്ടറിയാണ്. ബട്ടർ കിട്ടുക അതൊന്നും കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. 33 വയസ്സോ? അതൊക്കെ പറയണോ? ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ പള്ളി സെക്രട്ടറി 33 പകുതിയില്ലേ? നിങ്ങളെ കയറട്ടോ തലവരച്ചേട്ടാ. ആ ഇംഗ്ലീഷുകാരെ തലവരച്ച ആയിക്കോട്ടെ. സെക്രട്ടറി മകൻ്റെ കല്യാണം കേട്ടോ ഒന്ന്. AC ബസ്, നല്ല അടിപൊളി ഫുഡ്. ഞാൻ അവിടെ കല്യാണം ഉണ്ടാവൂലേ? ദിൽഷാദ് ഇതിന്റെ കട്ട ഓടിച്ചെറുന്ന ബസ്. ആ കഴിച്ചില്ല. ബാബു ഇപ്പൊ കട്ട ഉപകാരപ്പെട്ടില്ലേ? കട്ട വണ്ടി എന്തിനാ പോയി കട്ട? ഇതെന്താ വെച്ചാൽ വണ്ടി അനങ്ങി അവിടെ ഇവിടെ തട്ടാണ്. ഓടിച്ചോടത്തേക്ക് പോവാൻ പറ്റില്ല. നമ്മളിങ്ങനെ പിടിച്ച് നടക്കണം. അടിയട്ടാണ്. ഇതോ ഇത് നമ്മളെ ബാബുന്റെ ബാബുള്ള ഐഡിയക്കല്ലേ? ബസ് ഫ്രണ്ട് തട്ടൂല? ഇത് വെച്ച നമ്മളെ വണ്ടി ഇറങ്ങൂല. ഇതോ ഇത് നമ്മളാവില്ല അമ്പുള്ള ബസ്സിലെന്ത് പ്രശ്നം? ലോക്കൽ ബസ്സില്ലേ? ബ്രാൻഡ് ന്യൂ BS6 ബസ് ലോക്കലല്ലേ? അങ്ങനെ തന്നെ പറയണം. ഒരു കട്ട് ഈ ബാബു ഇറക്കും ഉറപ്പാണ്. അത് കാണണല്ലോ ബാബു ഇറക്കണ കാണും. ബാബു അത് കാണണം. ബാബു ഇറങ്ങുമ്പോ എന്തായാലും വിളിക്കാം കേട്ടോ. ഇറങ്ങുമ്പോ എന്തായാലും വിളിക്കാം കേട്ടോ. ആയിക്കോട്ടെ വിളിക്കോ കേട്ടോ. ഏതോ കല്യാണത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പിന്നെ അത് കല്യാണം വെച്ച് പൈസ കണ്ടേ? പാപ്പാന്റെ അടക്കം ഇന്റർവ്യൂ എടുത്ത് കഴിഞ്ഞു. 10ാമത്തേന് മൈസൂരൊക്കെയല്ല ഐസ്ക്രീം വെച്ചു. കാരണൂർ യാ മോനെ. ചക്കനെ പൊക്കി ഷൈൻ കൂടി
ശരിയല്ല ശരിയല്ല. എന്ത് അല്ല യൂട്യൂബിൽ ഇട്ടേ അല്ല യൂട്യൂബിൽ ഇട്ടേ
യൂട്യൂബിൽ അവിടെ കേക്ക് കുട്ടികൾക്ക് കൊടുക്കണം, കുട്ടികൾക്ക് കൊടുക്കും. ആ അത് അൻഷ എല്ലാവർക്കും മുറിച്ചു കൊടുത്ത എല്ലാവർക്കും ക്ഷണിച്ച അൻഷ അൻഷ ആ ചിക്കൂരല്ലേ എത്ര കാലായിട്ട് തോന്നി. ഇർഷാദിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ ബൈ. റിയാസിന് കട്ട ചെയ്യണം. ബാബുന് എന്താ ഉണ്ട്? അയൽ മിൽക്ക്. അൻഷാര് എന്താ ഉണ്ട്? നാളെ ഇങ്ങനെ തോന്നാം. അവയ്ക്കും നാരങ്ങ സോഡയാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങൾ നാരങ്ങ സോഡ വെച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുക.